എനിക്കൊരു 1.5 താടാ. അതിന് പോക്കറ്റിൽ കാശൊന്നുമില്ലല്ലോ. എല്ലാ ദിവസം വരുന്നല്ലടാ. ചത്തില്ലെങ്കിൽ നാളെ തരും ഈ അയ്യപ്പൻ. അഥവാ ചത്ത എന്റെ പോക്കറ്റിൽ നിന്ന് പോകത്തില്ലേ? എണീറ്റ് പോവാൻ നോക്ക്. 1.5 താടാ ഷിബു. അയ്യപ്പേട്ടൊന്ന് പോയേ. ഷിബു 1.5 താടാ. ചെല്ല്. അതെന്താ ശിബു അങ്ങനെ? അയ്യപ്പേട്ട സ്ഥിരം പറ്റുകാരനല്ലേ? അങ്ങനെയുള്ളവരോട് ഇച്ചിരി മര്യാദയൊക്കെ വേണ്ടേ? അങ്ങനെ ചോദിക്കു സാറ്. പോയി കൊണ്ടുപോകപ്പെട്ട്. നാളെ വരുമ്പോ ഇങ്ങേരിത് മറക്കും. പിന്നെ പോകുന്നത് എന്റെ ശമ്പളത്തിൽ നിന്നായിരിക്കും. ആദ്യമായിട്ടല്ല സാറേ, അതുകൊണ്ടാ. എന്നാലേ ഇന്നത്തെ അയ്യപ്പേട്ടന്റെ ഇനി മുതലുള്ള പെഗ് മുഴുവൻ എന്റെ വക. സാർ അങ്ങനെ പറഞ്ഞ പിന്നെ എങ്ങനെയാ? പോയി കൊണ്ടുപോകപ്പെട്ട്. അയ്യപ്പേട്ടാ നിങ്ങൾ വാ. ഇരിക്കേ. പറഞ്ഞ അയ്യപ്പൻ കേൾക്കും. അയ്യപ്പേട്ടാ. അയ്യപ്പേട്ടാ. എന്താ മോനെ? അയ്യപ്പേട്ടനോട് കുറെ നാളായി ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിക്കായിരുന്നു. നീ പറ മോനെ. അയ്യപ്പൻ ഈ ലോകം മുഴുവൻ പറയുന്നത് കേൾക്കാൻ കാതും തുറന്നു വെച്ചിരിക്കുക. അയ്യപ്പൻ പറയുന്നത് മാത്രം കേൾക്കാൻ ആരുമില്ല. എന്റെ മകള് ഒട്ടും തയ്യാറല്ല. എന്നാലേ ഇനി മുതൽ അയ്യപ്പേട്ടന്റെ മകള് കേൾക്കും. അതിനുള്ള വഴിയായിട്ടാ ഞാൻ വന്നേക്കുന്നേ. അയ്യപ്പേട്ടൻ ആദ്യം കഴിക്ക്. അതെ, ഒരു പെഗ് കൂടെ എടുത്തേ. ശരി സാർ. 1.5. ആ, ഇനി പറ, എന്താ മോന് പറയാനുള്ളത്? അതുകൂടി വരട്ടെ അയ്യപ്പേട്ടാ, എന്നിട്ട് പറയാം. അതെനിക്കിഷ്ടായി. ഇനി പറ മോന്, മോനെന്താ പറയാനുള്ളത്? എന്തായാലും അയ്യപ്പൻ കേൾക്കും. ഇവരെ കണ്ട ചങ്ങാതിമാരാ. ചേട്ടാ കാര്യം പറഞ്ഞോ? ഇല്ലെന്നേ, അയ്യപ്പേട്ടനൊന്ന് ഉഷാറായിട്ട് പറയാന്ന് കരുതി. നീ പറ മോനെ. അയ്യപ്പേട്ടാ, ഇവിടെ വെച്ച് പറയാമോന്ന് എനിക്കറിയില്ല. പക്ഷെ അയ്യപ്പേട്ടനോടല്ലാതെ വേറെ ആരോടും ഞാനിത് പറയില്ല. എനിക്ക് ഒരു കുട്ടിയെ ഇഷ്ടമാണ് അയ്യപ്പേട്ട. ആ കുട്ടിയോട് ഞാൻ ഇതുവരെ അത് പറഞ്ഞിട്ടില്ല. കാരണം പറയുന്നതിന് മുൻപ് എനിക്ക് അയ്യപ്പേട്ടന്റെ സമ്മതം വേണം. എന്റെ സമ്മതം? എന്തൊക്കെ ചെക്കൻ പറയണം? അതെ അയ്യപ്പേട്ട, അവളെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. അവളെ മാത്രമല്ല, അവളുടെ കുടുംബത്തെ മുഴുവൻ. എന്നുവെച്ചാ ഇനിയുള്ള കാലം അയ്യപ്പേട്ടനും ഭാര്യയ്ക്കും ഒരു കാര്യത്തിനും മുട്ടുണ്ടാവില്ല. അതിപ്പോ കുടിക്കണ കള്ളാണെങ്കിലും ഉണ്ണുന്ന ചോറാണെങ്കിലും, അതുറപ്പ്. ആ പെൺകുട്ടിയോട് നേരിട്ട് പറഞ്ഞാലൊന്ന് കരുതിയതാ. പക്ഷേ നമ്മൾ ഈ കുടുംബത്തിൽ പറഞ്ഞവർക്ക് ഇതല്ല അയ്യപ്പേട്ടൻ അതിന്റെ ഒരു മാന്യത. അല്ല, അയ്യപ്പേട്ടൻ പറ്റില്ലെന്ന് പറഞ്ഞാ ദേ ഈ നിമിഷം ഞാനത് വിടും. കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ആ വിക്രം അവളുടെ പുറകെ നടന്നതും അവസാനം അവളെ ചതിച്ച് ആ ജഡ്ജിന്റെ മകളെ കെട്ടിയതൊക്കെ എനിക്കറിയാം. നേരത്തെ അയ്യപ്പേട്ടൻ അവനുമായിട്ട് ഇവിടെ ഉണ്ടാക്കിയ അടിയും ഞാൻ കണ്ടതാ. അവനെ അടിക്കല്ല വേണ്ടത്, കൊന്നുകളയാ വേണ്ടത്. എന്റെ മോളുടെ ജീവിതം നശിപ്പിച്ചത് അവൻ തന്നെയാ. അയ്യപ്പേട്ടന്റെ മോളുടെ ജീവിതത്തിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അവള് നല്ല അന്തസ്സായിട്ട് ജീവിക്കും. ഇനി ആ വിക്രമിനൊരു പണി കൊടുക്കണമെന്ന് അയ്യപ്പേട്ടനുണ്ടെങ്കിൽ അത് നമ്മൾ ഡീലാക്കും. അയ്യപ്പേട്ടന് സമ്മതമാണെങ്കിൽ ഞാൻ നാളെ വീട്ടിൽ വന്ന് രാധയെ പെണ്ണ് കണ്ടോ. എന്നോട് നേരിട്ട് ചോദിക്കാനുള്ള മാന്യത നീ കാണിച്ചു. ഒരു അച്ഛന്റെ സ്ഥാനം എന്താണെന്ന് നീ മനസ്സിലാക്കി തന്നു. നിന്റെ പേരെന്താന്നാ പറഞ്ഞ? അഭിലാഷ്. അച്ഛൻ എന്താ വിളിക്കണ്ട? അഭിലാഷ്. നിന്റെ അഭിലാഷം പോലെ തന്നെ നടക്കും. നാളെ എന്റെ മോള് നിന്നെ കാണാനായിട്ട് ഒരുങ്ങി നിൽക്കും. ഈ സന്തോഷത്തിന് അയ്യപ്പൻ കഴിക്കും. ഒരു ലാർജ് കൂടി പറയടാ. ഒഴുക്കി.
വാ മോനെ കയറി വാ. അമ്മേ, അമ്മ ഇങ്ങോട്ട് വന്നേ. എന്താ വരാൻ? യൂണിഫോം മാറ്റി ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോയതാ. മോമ്പാ ദാ, എന്താ ഇത്? സ്കോച്ചാ. ഈശ്വര, സ്കോച്ചോ? ഒരു നല്ല കാര്യത്തിന് വരുന്നതല്ല ഏട്ടാ, മുന്തിയത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നീ വാ മോനെ, അകത്തേക്ക് ഇരിക്കാം. വാ. നേരാണോ മോളെ പറയുന്നത്? അമ്മ ഒന്ന് വന്ന് ആ ഓട്ടോ സ്റ്റാൻഡിൽ ഒന്ന് അന്വേഷിച്ചു നോക്ക്. കൂലിത്തല്ലും പിടിച്ചു പറയുകയായി നടക്കുന്ന ആ ബോബിയുടെ ടീമിലുള്ളതാ അവൻ. പേര് അഭിലാഷ്. അവന്റെ ഭാര്യ വരെ അവനെതിരെ കൊല്ലാൻ ശ്രമിച്ചെന്ന് കേസ് കൊടുത്തിരിക്കുക. ഭാര്യ ഫ്രീ ആയി കള്ള് കിട്ടുമെന്ന് ഉറപ്പായപ്പോ അച്ഛൻ എന്നെ വരെ അയാൾക്ക് വിൽക്കാൻ തീരുമാനിച്ചു. അല്ലേ അമ്മേ? അച്ഛൻ ഇത്രത്തോളം പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ മോളെ, അറിഞ്ഞോണ്ട് അമ്മ അതിന് കൂട്ടു നിൽക്കില്ല. ജീവിതകാലം മുഴുവൻ നീ കെട്ടിയില്ലെങ്കിലും വേണ്ടില്ല. ഇതിനുള്ള മറുപടി ഈ അമ്മ കൊടുത്തോളാം. അമ്മ നിക്ക്. ഇതങ്ങനെ അവസാനിപ്പിച്ചാ പോരാമേ. വിചാരിക്കുന്ന പോലുള്ള ആളുകളല്ല അവര്. ഏത് നിലയ്ക്കും പ്രതികരിച്ചു കളയും. അതിനൊരു വഴിയേ ഉള്ളൂ. നിനക്ക് എന്താ വേണ്ടത്? പറഞ്ഞു തൊലയ്ക്ക്. അച്ഛൻ എന്റെ കല്യാണം നടത്താൻ പോവാ. നല്ല കാര്യമല്ലേ? ദിവസം അറിയിക്കും. സദ്യക്ക് ഞാനും വരാം. ചെക്കൻ കാണാൻ വന്നിട്ടുണ്ട്. അതാ അതിന്റെ രീതി. അയാൾക്ക് ഇഷ്ടപ്പെട്ട നിന്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ചെല്ലും. ഇരു വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട പിന്നെ നിശ്ചയം താലികെട്ട്. അതാണ് പതിവ്. ചെക്കൻ ആരാണെന്ന് അറിയണ്ടേ? ഓ വേണ്ട, ഏതായാലും നിനക്ക് ഇഷ്ടപ്പെട്ടല്ലോ അത് മതി. എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിന്ത് കൊഞ്ചാതെ ലൈഫ് സെറ്റിലാക്കാൻ നോക്കണി. ഹലോ ഹലോ, അതെ, ബോബിയുടെ കൂട്ടുകാരനാ. ആര്? ബോബിയുടെ ടീമിലുള്ള അഭിലാഷ്. അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയോ? അതൊന്നും എനിക്കറിയില്ല. ഇപ്പൊ കുറച്ച് ഗുണ്ടകളുമായിട്ട് എന്നെ പെണ്ണാലോചിക്കാൻ വന്നിട്ടുണ്ട്. നിനക്ക് വേണമെങ്കിൽ ഇപ്പൊ എന്നെ വന്ന് രക്ഷപ്പെടുത്താം. അല്ലെങ്കിൽ ഞാൻ ഇവന്റെ മുന്നിൽ തല കുനിച്ച് കൊടുക്കേണ്ടി വരും. എന്ത് വേണമെന്ന് വെച്ചാ നീ തീരുമാനിക്ക്. ആ വെള്ളം ഗ്ലാസും ഇങ്ങ് എടുത്ത വേഗം. തൊട്ട് നക്കാൻ ഇച്ചിരി ഉണക്കമീനുണ്ട്, അത് പോരേ ആവോ. നീ എന്തെങ്കിലും എടുക്കുമാലതി. എന്തായാലും ലോകത്തിങ്ങനെ ഒരു പെണ്ണ് കാണല് ആദ്യമായിട്ടായിരിക്കും അല്ല അഭിലാഷേ? ഏയ്, ഇതുപോലെ നാണം കെട്ട തന്താര് വേറെയും കാണും. എന്തോന്ന്? അല്ല, ഈ ഗ്ലാസ് ഒക്കെ എടുത്തു വെക്കാൻ പറയായിരുന്നേ. നിരത്തി വെക്കടി മോളെ, ഒഴിച്ചു മോന്തട്ട വേഗം. അമ്മ എപ്പോഴേ കള്ള് മോന്താന്നാ പറയാ. വെള്ളവും ചായയൊക്കെ കുടിക്കാന്നും പറയും. ദാ ഗ്ലാസ്. അയ്യോ, 3 ഗ്ലാസ് മതി മോളെ. ഇവൻ കുടിക്കത്തില്ല അല്ല അഭിലാഷേ? ആണോ? അത് കഷ്ടായി പോയല്ലോ. ഒട്ടും കുടിക്കില്ല? അല്ല, വല്ലപ്പോഴും. പക്ഷേ ഇന്ന് വേണ്ട. ഓ, ഇന്ന് നല്ല ദിവസമാണല്ലോ അല്ലേ? വാ, ഒഴിച്ച് കഴിക്കേ. ആഹാ, എന്തൊരു ബെസ്റ്റ് കല്യാണാലോചന. അയ്യോ, അയ്യപ്പേട്ടന് ഇത് ഇഷ്ടമാണെന്ന് പറഞ്ഞോണ്ട് വാങ്ങിയേ ഉള്ളൂ. അത് നല്ലതല്ലേ മോനെ? ആണുങ്ങളായാലേ രാവിലെ തൊട്ട് തുടങ്ങണം. അല്ല, അതാണ് അതിന്റെ ഒരു ഇത്. അല്ല അയ്യപ്പേട്ടാ? അത് നീ എന്നെ താങ്ങിയതാണല്ലോടി. അയ്യോ അല്ല അയ്യപ്പേട്ടാ, മൂക്കറ്റം കുടിച്ച് കാല് നിലത്തുറയ്ക്കാതെ ആ തക്കട തിക്കടാന്നുള്ള ഒരു നടപ്പുണ്ട്. അത് കാണാൻ തന്നെ എന്തൊരു ചന്ത. ശരിയാ, അച്ഛനപ്പൊ വെറും അയ്യപ്പനല്ല, മംഗലാംകുന്ന് അയ്യപ്പനാവും. അതാരാ? അതൊരു ആനയാ. ഓ, കല്യാണം കഴിയുന്നതോടെ അയ്യപ്പേട്ടനൊരു കൂട്ടായി. പിന്നെ രണ്ടുപേരും ഒന്നിച്ച് പാട്ടും കൂത്തും കുടിയും. എന്ത് രസായിരിക്കും അല്ലേ അയ്യപ്പേട്ടാ? അതിനു
മുമ്പ് ഒരാളോടും കൂടെ സമ്മതം ചോദിക്കേണ്ടി വരും. വിക്രമേട്ടനെ ഇങ്ങോട്ട് വരുത്തണോ അതോ നിങ്ങൾ അങ്ങോട്ട് പോവോ? അല്ല, കുറച്ച് ഫർണിച്ചറുകൾ ഇവിടെ ഉള്ളേ. അടിപിടി നടക്കുമ്പോ അത് കേടാവണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. ഇനി ഈ മുറ്റത്തേക്ക് വേഷം കെട്ടും കൊണ്ട് വന്ന എന്റെ വീട്ടിൽ വന്ന് ഞാൻ വിളിച്ചു വരുത്തിയ ഭവനിക്കാൻ നിനക്ക് ആരാണ് അധികാരം തന്നത്? എന്റെ മോളുടെ കാര്യത്തിൽ നിനക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ താലി കെട്ടി കൂടെ കൊണ്ടുപോകണമായിരുന്നു. ഇതിപ്പോ നിന്റെ ഇഷ്ടപ്രകാരം കൊണ്ടു നടന്ന് അവസാനം നിനക്കും നടത്തപ്പോ ചവച്ചു തുപ്പി വേറൊരു തീ കെട്ടി. അതല്ലടാ നീ ചെയ്തത്. അനാവശ്യം പറയരുത്. നാവെടുത്ത് വളച്ച് അനാവശ്യം പറയുമ്പോ നിങ്ങൾ സൂക്ഷിക്കണം. മകളാണ്, മറക്കരുത്. താൻ കൂട്ടിക്കൊണ്ടുവന്ന ആ ഗുണ്ടകളുടെ മുമ്പില് അങ്ങനെ പെരുമാറാൻ എനിക്ക് അവൾക്കും ധൈര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലേ വിളിച്ച ഇവൻ വെളിപ്പുറത്തെത്തുന്നുള്ള ഒറ്റ ധൈര്യം കൊണ്ടാ. മോനെ വിക്രം, എന്റെ മോളോട് നിനക്ക് ഇഷ്ടമുണ്ടായിരുന്നോ ഇല്ലേന്ന് എനിക്കറിയില്ല. പക്ഷേ അവൾക്ക് നിന്നെ ജീവനായിരുന്നു എന്ന് എനിക്കറിയാം. നിന്റെ ജീവിതം നീ തീരുമാനിച്ച സ്ഥിതിക്ക് അവളുടെ ജീവിതം കൂടി ഒരു കരയിലെത്താൻ നീ അമ്മയെ സഹായിക്കണം. ഞാൻ എന്റെ കുട്ടിക്ക് കല്യാണം ആലോചിക്കാൻ കൊണ്ടുവന്ന ചെക്കനെ അടിച്ചു ഓടിക്കാം, അല്ലടാ? എന്റെ ക്ഷമയെ പരീക്ഷിക്കാതെ പോവാൻ നോക്ക്. ഇല്ലടാ, എനിക്ക് മനസ്സിലിറങ്ങാം. നീ എന്ത് ചെയ്യും? എനിക്കൊന്ന് കാണണല്ലോ. നീ എന്നെ തല്ലുവോ? പറയണ, എന്നെ തല്ലുവോ? വിക്രം, ഇയാൾ ഇവിടെ കിടന്ന് പുലമ്പൊന്നൊക്കെ ശരിയാണോ? അത് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണോ നീ? അയ്യപ്പൻ മിണ്ടാതിരിക്കും. മാഷ് ചോദിക്കാൻ തീരുമാനിച്ച അയ്യപ്പൻ മിണ്ടൂല, അതൊരു സംശയമില്ല. ഞാൻ ചോദിച്ചത് കേട്ടല്ലോ അല്ലേ? ശരിയാണ്. ഇയാൾ അവൾക്ക് കല്യാണം ആലോചിക്കാൻ കൊണ്ടുവന്ന ചെക്കനെ ഞാൻ തല്ലി ഓടിച്ചു. ഇനി അത് തന്നെ ചെയ്യും. അത് ജീവിതകാലം മുഴുവൻ അവളെ എനിക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കാനല്ല. ആരെയാ കൊണ്ടുവന്നെന്ന് ഇയാളോട് ആദ്യം ചോദിക്കും. ഇവളെ ഈ വീട്ടിൽ നിന്ന് വലിച്ചിറക്കിക്കൊണ്ട് പോയില്ലേ ബോബി, അവന്റെ ടീമിൽപ്പെട്ട ഒരുത്തനെ. സ്വന്തം ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ച കുറ്റത്തിന് അവൻ കഴിഞ്ഞ ആഴ്ച ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഇയാൾക്ക് മൂക്കുമുട്ട കള്ള് വാങ്ങിക്കൊടുത്തപ്പോ അവളെ കെട്ടിച്ചു കൊടുക്കാൻ ഇയാളങ്ങ് സമ്മതിച്ചു. അവളും അവളുടെ അമ്മയെ അതിൽ നിന്ന് രക്ഷിക്കാൻ എന്നോട് പറഞ്ഞപ്പോ ഞാനത് ചെയ്തു. ഇനിയും ഞാനത് അങ്ങനെ തന്നെ ചെയ്യും. സ്വന്തം മോളെ ഒരു കുപ്പി കള്ളിന് വേണ്ടി ഒരു റൗഡിക്ക് വിൽക്കാൻ നോക്കിയ താനൊക്കെ ഒരു തന്തയാണോടോ? ഓ, നീ പിന്നെ റൗഡിയല്ലല്ലോ, പുണ്യാളനല്ലേ, പുണ്യാളൻ. എന്താ വിഷമിച്ചിരിക്കുന്നത്? ഏയ്, അങ്ങനെയൊന്നുമില്ല അടുത്തേ. രാവിലത്തെ കാര്യങ്ങൾ ഓർത്തിട്ടാണോ? അങ്ങനെ ചോദിച്ച ഒരു പരിധിവരെ അതൊക്കെ തന്നെ ഓർത്തിരുന്നത്. രാധയ്ക്ക് വിക്രമിനെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇത്രയും കാലം ഞാൻ കരുതിയിരുന്നത് വിക്രമിന് അവളോട് അങ്ങനെ ഒരു തോന്നലില്ലെന്നാണ്. പക്ഷേ ഇന്ന് രാവിലെ രാധയുടെ അച്ഛൻ വന്ന് പറഞ്ഞത് കേട്ടപ്പോ അങ്ങനെ വരട്ടെ. അയ്യപ്പേട്ടൻ പറഞ്ഞത് വേദ വിശ്വസിച്ചു അല്ലേ? വേദ ഇനിയും വിക്രമിനെ മനസ്സിലാക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. രാധയോട് ഇഷ്ടമുണ്ടെന്ന് വിക്രം ആ വീട്ടിൽ ചെന്ന് അവളെ കല്യാണം ആലോചിച്ച ചെറുക്കന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞെന്നല്ലേ അയാള് പറഞ്ഞത്? എന്നാൽ അത് കല്യാണം കഴിച്ച് സ്വന്തമാക്കാനുള്ള ഇഷ്ടമല്ലാന്ന് അപ്പൊ തന്നെ വിക്രം വ്യക്തമാക്കിയില്ലേ?
വിശ്വസിക്കാൻ വേദയ്ക്ക് തോന്നുന്നില്ല അല്ലേ? അതുകൊണ്ടല്ല ഏട്ടത്തെ. ഏതെങ്കിലും ഒരു അച്ഛൻ ഒരു വൃത്തികെട്ടവനെ കൊണ്ട് സ്വന്തം മകളെ വിവാഹം കഴിപ്പിക്കൂ? അപ്പോ രാധയെ കല്യാണം ആലോചിക്കാമെന്ന് ചെക്കനെ അടിച്ചോടിച്ചതിന് കാരണം കണ്ടെത്താൻ വിക്രം ഒരു നുണ പറഞ്ഞെന്നാണ് വേദ പറയുന്നത്. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, വിക്രം ഒരിക്കലും നുണ പറയില്ല. ഇന്ന് അയ്യപ്പേട്ടൻ ഇങ്ങോട്ട് വന്ന് കയറിയത് എങ്ങനെയാന്ന് വേദയും കണ്ടതല്ലേ? അയാൾ ഇപ്പൊ ജീവിക്കുന്നത് ദിവസം കുടിക്കാൻ എങ്ങനെ കിട്ടുമെന്ന് ആലോചിച്ചുകൊണ്ട് മാത്രം. അതിനുവേണ്ടി അയാൾ എന്തും ചെയ്യും. അത് മനസ്സിലായതുകൊണ്ടല്ലേ അച്ഛൻ അയാൾ അടിച്ചിറക്കിയത്. നിങ്ങൾ പ്രാഗിയ എന്റെ മോൾക്ക് ഒന്നും പറ്റില്ല മനുഷ്യ. എന്റെ ഭഗവാനെ, എത്രയോ നല്ലവരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഇയാളെ അങ്ങോട്ട് കൊണ്ടുപോയെങ്കിൽ ഞാൻ എന്റെ മോള് രക്ഷപ്പെട്ടേനെ. ഞങ്ങളുടെ പ്രാർത്ഥന ഇനിയെങ്കിലും ഒന്ന് കേൾക്കണേ എന്റെ ഭഗവാനെ. പ്രാർത്ഥിക്കണി, ഞാൻ ചാവാനായി മുട്ടിപ്പായി പ്രാർത്ഥിക്കും. ഇത്രയും കാലം അയ്യപ്പൻ കഷ്ടപ്പെട്ടത് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാ, അതും മറക്കണ്ട. എന്ത് കഷ്ടപ്പാടാ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ചിട്ടുള്ളത്? നിങ്ങൾ എന്താ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? ആഗ്രഹിച്ച എന്തെങ്കിലും നിങ്ങൾ എനിക്ക് വേണ്ടി വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? മര്യാദയ്ക്ക് ഭക്ഷണം തന്നിട്ടുണ്ടോ? ഒരു ഉടുപ്പ് വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? എന്തിന് സ്നേഹത്തോടെ ഒരു വാക്ക് സംസാരിച്ചിട്ടുണ്ടോ? ഓർമ്മ വെച്ചപ്പോ മുതല് എന്റെ അമ്മ കഷ്ടപ്പെടുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ വീട്ടിൽ ഇന്നേ വരെ അടുപ്പ് പുകഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമ്മയും ഞാനും വേർപ്പൊഴുക്കിയതുകൊണ്ട് മാത്രമാ. ചെറുപ്പത്തിൽ എനിക്ക് ഫീസ് അടയ്ക്കാൻ വൈകുമ്പോ ഒരു നോട്ട്ബുക്കോ പേനയോ വേണോന്ന് തോന്നുമ്പോ എനിക്ക് ഓടിച്ചെല്ലാൻ എന്റെ അച്ഛനല്ല ഉണ്ടായിരുന്നത്, ആ സുധാകര മാഷ. സ്കൂള് തുറക്കുമ്പോ ഞാൻ എല്ലാരെയും പോലെ യൂണിഫോം ഇട്ടിട്ടുണ്ടെങ്കിൽ, ഓണത്തിന് മറ്റു കുട്ടികളെ പോലെ കോടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ മാഷ് കാരണമാ, നിങ്ങൾ കാരണമല്ല. ആ വീട്ടിൽ പോയി ഇനിയും വൃത്തികേട് കാണിക്കാനോ പറയാനോ നിന്ന ഞാൻ അച്ഛനാണെന്നൊന്നും നോക്കൂല. ഡൊമസ്റ്റിക് വയലൻസ് എന്നും പറഞ്ഞൊരു പരാതി എഴുതി അമ്മയും ഞാനും കൂടെ ഒപ്പിട്ട് അങ്ങ് സ്റ്റേഷനെ കൊണ്ട് കൊടുക്കും. അതോടെ തീരുവല്ല. എന്താ അതും ഞാൻ ചെയ്യണോ? അയ്യോ മോളെ, നിന്റെ തന്റെ ജയിലെടുക്കണടി. തന്തയുടെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കല്ലേ? നിന്നൊക്കെ ജനിപ്പിക്കാമെങ്കിലേ നിന്റെ കഴുത്തിൽ ആരും മിന്നുകെട്ടെന്ന് ഈ അയ്യപ്പൻ തീരുമാനിക്കും. ഈ നോക്കിക്കൊടി, ഈ അയ്യപ്പൻ വിചാരിച്ച ആളെ കൊണ്ട് തന്നെ നിന്നെ കെട്ടിക്കും. എന്റെ മുന്നിൽ കാണിക്കുന്ന ഈ വേഷക്കെട്ട് അത് അവന്റെ മുന്നിൽ നടക്കില്ലടി. അവൻ നിന്നൊരു പാഠം പഠിപ്പിക്കും. ഈ അനുഭവിക്കടി, അനുഭവിക്കും. എന്താടി വേതാളം, പതുക്കെ പതുക്കെ ഈ മുറിയിലേക്ക് കയറി പറ്റാന്നാണോ? ഇതേ സ്ഥലം വേറെയാ, ഇവിടെ ചൂട് ഇത്തിരി കൂടുതലാ, പൊള്ളും. എന്താടി ചിരിക്കുന്നേ? താനാരാ? പുഷ്പ സിനിമയിലെ അല്ലു അർജുനോ? ഇമാതിരി ഡയലോഗൊക്കെ അടിക്കാൻ? കയ്യിലെന്താ ഒരു ഗ്ലാസ് ഒക്കെ? കോഫി ഞാൻ ചോദിച്ചില്ലല്ലോ. ഉണ്ടാക്കിയപ്പോ ഒരു ഗ്ലാസ് എക്സ്ട്രാ ഉണ്ടാക്കി. വേണ്ടെങ്കിൽ കളഞ്ഞേക്കാം. ഇവക്കിതൊന്നും പതിവില്ലാത്തതാണല്ലോ. എന്താ ആലോചിക്കുന്നത്? ഞാനിതിൽ വിമ്മ് കലക്കിയിട്ടുണ്ടോന്നാണോ? പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ അത്രയും ചീപ്പല്ല. എന്നെ ഇംപ്രസ് ചെയ്യിക്കാനുള്ള പരിപാടിയാണെങ്കിൽ ചാൻസ് ഇല്ല മോളെ. എന്തോ അല്ല, ഇന്നലെ പുറത്തു പോകുമ്പോ വള കൊണ്ടുവരുന്നു, ഇന്നിപ്പോ ചായ കൊണ്ടുവന്ന് എന്നെ ഇംപ്രസ് ചെയ്യുന്നു. നിന്റെ ട്രൈ ഒക്കെ കൊള്ളാം, പക്ഷെ നിന്റെ ഇമാതിരി വേലത്തരത്തിലൊന്നും ഞാൻ വീഴാൻ പോകുന്നില്ല. തന്നെ ഇങ്ങനെയൊക്കെ കാണിച്ച് വീഴ്ത്താമെന്ന് ഞാൻ എവിടെ നേർച്ച നേർന്നിട്ടില്ല. എന്നാ പിന്നെ പൊയ്ക്കൂടെ? പോവാം. അതിനു മുൻപ് ഒരു കാര്യം, ലുക്കിലും രൂപത്തിലും നിങ്ങളൊരു ആവറേജ് ആണെങ്കിലും മുഖത്തെ ഒരു കലയില്ല. എന്താ? അല്ല, ഈ അസിഡിറ്റി ഇല്ലേ, ഗ്യാസ് ട്രബിൾ, അതിങ്ങനെ പുറത്തു പോവാതെ ഉള്ളി കിടന്ന് വീർപ്പ് മുട്ടുമ്പോഴേ മുഖം ദേ ഇങ്ങനെ ഇരിക്കും. നിങ്ങളുടെ മുഖം എപ്പോഴും അങ്ങനെയാ. അത് മാറാനൊരു മാർഗമുണ്ട്, പറയട്ടെ? ആഹാ, അത് കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ അതൊന്നും അറിയണമല്ലോ. ഈ കോഫി തന്നെ.
ഇങ്ങോട്ട് ഇരിക്ക്. ഇത്തരം ടിപ്പുകളൊക്കെ അറിയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇരിക്കടോ. അസിഡിറ്റിക്കുള്ള മരുന്ന് നീ നിന്റെ അമ്മൂമ്മയ്ക്ക് കൊണ്ടേ കൊടുക്ക്.